PCOS കാരണമുള്ള ഹെയർ ഫോളിന്റെ പിന്നിൽ ഹോർമോൺസ് മാത്രമല്ല, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാരണം കൂടി ഉണ്ടാവാം. അതാണ് ലോ ഫെറിറ്റിൻ ലെവൽസ്. നിങ്ങളുടെ ഹോർമോൺസ് നോർമൽ ആയിരിക്കാം, തൈറോയിഡ് ലെവൽസും നോർമൽ ആയിരിക്കാം, പക്ഷെ ഫെറിറ്റിൻ കുറവാണെങ്കിൽ അത് ഹെയർ ഫോളിന് കാരണമാകുന്ന ഒന്നാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫെറിറ്റിൻ ലെവൽസ് വെറും ഒരു അയൺ ടെസ്റ്റ് അല്ല, നിങ്ങളുടെ ബോഡിയിലെ അയൺ സ്റ്റോറേജിന്റെ ഒരു മാർക്കറാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അയണിന്റെ ഒരു ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് കാണിക്കുന്ന ഒരു മാർക്കറാണ് ഈ ഫെറിറ്റിൻ ലെവൽ എന്ന് പറയുന്നത്. ഫെറിറ്റിൻ കുറവുള്ളവരിൽ ശരീരം അത്യാവശ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ ഹെയർ ഗ്രോത്ത് പോലെയുള്ള കാര്യങ്ങൾ പിന്നോട്ടാവാനുള്ള സാധ്യതയുണ്ട്. PCOS ഉള്ള സ്ത്രീകൾക്ക് കോമൺ ആയി കാണുന്ന ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ്, അതുപോലെ തന്നെ സ്പോട്ടിംഗ്, ഇടവിട്ടുള്ള ബ്ലീഡിംഗ് പാറ്റേൺസ് എന്നിവ കാരണം രക്തക്കുറവ് വരാം. കൂടുതൽ കാലം ഇത് നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ഫെറിറ്റിൻ ലെവൽ കുറഞ്ഞു പോയേക്കാം. എന്നെ കാണാൻ വരുന്ന PCOS പേഷ്യൻസിൽ ഹെയർ ഫോൾ ഉള്ളവരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, അവരുടെ ഹോർമോൺ ലെവൽസ് എല്ലാം നോർമൽ ആയിരിക്കാം, പക്ഷെ ഫെറിറ്റിൻ ലെവൽ ലോ ആയത് കാരണം സിവിയർ ആയിട്ടുള്ള ഹെയർ തിന്നിങ് അനുഭവിക്കുന്നവരുണ്ട്. മാത്രമല്ല PCODയുടെ സിംറ്റംസ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻഫ്ലമേഷൻ എന്നിവ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഹെയർ ഫോളിന്റെ തോത് കൂടുന്നതായും കാണുന്നുണ്ട്. മാത്രമല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്രാഷ് ഡയറ്റിംഗ്, ഭക്ഷണ നിയന്ത്രണം കൊണ്ടുണ്ടാവുന്ന ന്യൂട്രീഷണൽ ഗ്യാപ്പും ഇതിന്റെ ആക്കം കൂട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഫെറിറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുന്നതും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല സ്ത്രീകളും ഷാംപൂവും കണ്ടീഷണറും മാറി മാറി ഉപയോഗിക്കുക, ഹെയർ ഓയിലുകൾ മാറി മാറി ട്രൈ ചെയ്യുക, ചിലർ ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഹെയർ റീഗ്രോ ചെയ്യാൻ ട്രൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ആദ്യം തന്നെ ശ്രമിക്കുന്നത്. സോ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ ഹെയർ ഫോള് നിയന്ത്രിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് PCOS ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഹോർമോണൽ ഇംബാലൻസ് മാത്രമാവണമെന്നില്ല, ലോ ഫെറിറ്റിൻ കൂടി ആവാം. നിങ്ങൾക്ക് PCOSും ഹെയർ ഫോളും ഉണ്ടോ? നിങ്ങൾ ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്യണേ. PCOSനെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾക്കായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യണം.